ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. കൊണ്ടോട്ടി മുണ്ടക്കുളം ജാമിയ ജലാലിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തഫ്സീറുൽ ഖുർആൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സെമിനാറിന് ശനിയാഴ്ച തുടക്കമാവും. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന 2 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ ദേശീയ അന്തർദേശീയ ഖുർആൻ പണ്ഡിതന്മാർ പങ്കെടുക്കും. കൊണ്ടോട്ടി മുണ്ടക്കുളം ജാമിയ ജലാലിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തഫ്സീറുൽ ഖുർആൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സെമിനാറിന് ശനിയാഴ്ചയാണ് തുടക്കമാവുന്നത്. 2 ദിവസങ്ങളിലായാണ് സെമിനാർ നടക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച സെമിനാറിൽ നടക്കും. വിവിധ സെഷനുകളിൽ ദേശീയ അന്തർദേശീയ ഖുർആൻ പണ്ഡിതന്മാർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21-22 തീയതികളിൽ ഒരു അന്തർദേശീയ സെമിനാർ, ഒരു ഖുർആൻ സമ്മേളനവും നമ്മുടെ ഈ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ പത്രപ്രവർത്തകരായ നിങ്ങളുടെ ഒരു പിന്തുണ ഞങ്ങൾ ഈ സന്ദർഭം അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം കേവലം ഞങ്ങളുടെ പരിപാടിയുടെ ഒരു പരസ്യം നിങ്ങളുടെ മാധ്യമത്തിൽ വരിക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം ഖുർആനിൽ ആഴത്തിലുള്ള ഗവേഷണമാണ് ലക്ഷ്യം. എന്തുകൊണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഖുർആൻ ലോകത്തോട് മൊത്തത്തിൽ സംവദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ്. അപ്പം അതുകൊണ്ട് അത് ശരിയായ അർത്ഥത്തിൽ ശരിയായ വഴിയിൽ പഠിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകത്ത് പല ഗുരുതരമായ തെറ്റായ വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട്. ഖുർആനെയും ഖുർആൻ്റെ ആൾക്കാരെയും കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഖുർആൻ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓരോ കാലത്തും ശരിയായ അർത്ഥത്തിൽ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായൊരു വഴിയുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാർ വരച്ചു വെച്ചിട്ടുള്ള, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു വഴി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സെമിനാറിന് മുന്നോടിയായുള്ള പതാക ഉയർത്തുന്നത്. ദേശീയ അന്തർദേശീയ ഫാക്കൽറ്റികളുടെ കീഴിൽ 6 സെമസ്റ്ററുകളിലായി 3 വർഷം നീണ്ടു നിൽക്കുന്ന റിസർച്ച് പ്രോഗ്രാമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാന പ്രവർത്തനം. ഈ വർഷത്തെ സെമിനാർ AI യുഗത്തിലെ ഖുർആൻ വായന എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ മുൻ തഫ്സീർ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് സ്വാലിഹ് ഹുദ്ഹുദ്, ഹൈദരാബാദ് ജാമിയ നിസാമിയയിലെ മുഫ്തി ലിയാഉദ്ദീൻ ഹസ്രത്ത്, മലേഷ്യയിലെ മലായ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സയ്യിദ് മൂസൽ ഖാലിൻ, കാനഡയിലെ മാക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളർ മുഹമ്മദ് അലനി, ഷാർജ യൂണിവേഴ്സിറ്റിയിലെ ഷെയ്ഖ് ഹാഫിൽ മുഹമ്മദ് സ്വാലിഹ്, മൗലാന മൂസക്കുട്ടി ഹസ്രത്ത്, ഷുഹൈബുൽ ഹൈത്തമി, AI വിദഗ്ധൻ ഷിഹാബ് പെരുമ്പാവൂർ, PU മുഹമ്മദ് ഫാരിസ്, ബഷീർ പുതുക്കുടി, വയനാട് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംബന്ധിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന തഫ്സീറുൽ ഖുർആൻ സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി MLA, അബ്ദുസ്സലാം ബാക്കവി, ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര, ഡോക്ടർ NAM അബ്ദുൽ ഖാദർ, സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മാനേജർ മൊയിൻകുട്ടി മാസ്റ്റർ, മുബഷിർ തങ്ങൾ, ജമലുല്ലൈലി, സത്താർ പന്തല്ലൂർ, OPM അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുക്കും. SMIC മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മാനു തങ്ങൾ വെള്ളൂർ, ജലാലിയ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി ജനറൽ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ദാരിമി, ട്രഷറർ KP ബാപ്പു ഹാജി, സെനറ്റ് ചെയർമാൻ ഇബ്രാഹിം ഹൈതമി എടപ്പാൾ, കൺവീനർ TH ദാരിമി, ഭാരവാഹികളായ അലവിക്കുട്ടി ഒളവട്ടൂർ, സയ്യിദ് അൻവർ മുതുവല്ലൂർ, T ഹാരിസ് മാസ്റ്റർ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.